തുറന്നിരിക്കുന്നത്. ഓഫീസുകൾ കേവലം ഒരു കെട്ടിടമായി മാറിപ്പോകാൻ പാടില്ല, വിശേഷിച്ച് മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ഓഫീസ്. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ എങ്ങനെ ജയിക്കണമെന്നാലോചിക്കാനും ഇവിടുത്തെ രാഷ്ട്രീയ എതിരാളികൾ നിങ്ങൾക്കെതിരെ നമുക്കെതിരെ മുന്നേറ്റമുണ്ടാക്കുമ്പോൾ പ്രതിരോധിക്കാനും മാത്രമല്ല പാർട്ടിയുടെ ഓഫീസ്. വീണ്ടും പറയട്ടെ, വിശേഷിച്ച് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഓഫീസ്. ഈ നാട്ടിലെ അശരണരായ, നിരാലംബരായ മനുഷ്യരുടെ അഭയമായി നിങ്ങളുടെ ഓഫീസ് മാറുമ്പോൾ മാത്രമാണ് അതിനുവേണ്ടി ഒഴുക്കിയവരുടെ, അത്യധ്വാനം ചെയ്തവരുടെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലമാവുകയുള്ളൂ. സങ്കടപ്പെടുന്നവർക്ക് അത്താണിയായിരിക്കണം നിങ്ങളുടെ ഓഫീസ്. പ്രയാസം അനുഭവിക്കുന്നവന് കയറി ചെല്ലാനൊരിടം ആവണം നിങ്ങളുടെ ഓഫീസ്. പഠിക്കുന്ന കുട്ടികൾക്ക് തുടർന്ന് പഠിക്കാൻ പ്രചോദനമാവണം നിങ്ങളുടെ ഓഫീസ്. കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ കഴിയുന്നതാവണം നിങ്ങളുടെ ഓഫീസ്. നാട്ടിൽ വരക്കാൻ അറിയുന്ന കുട്ടികളുണ്ടോ, എഴുതാൻ അറിയുന്ന കുട്ടികളുണ്ടോ, പാടാൻ അറിയുന്ന കുട്ടികളുണ്ടോ, സർഗാത്മകമായി ചിന്തിക്കുന്ന കുട്ടികളുണ്ടോ, അവരുടെ ഇടമാവണം നിങ്ങളുടെ ഓഫീസ്. കേവലം രാഷ്ട്രീയ പാർട്ടികളുടെ കൊടുക്കൽ വാങ്ങൽ മത്സരങ്ങളുടെ മാത്രം ഇടമല്ല മുസ്ലിം ലീഗിൻ്റെ ഓഫീസെന്ന് ഞാൻ നിങ്ങളെ സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ജാഗരൂകരാവേണ്ടുന്ന വലിയ രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളുടെ ഏറ്റവും ശക്തമായ അറ്റൻഷൻ ഉണ്ടാവേണ്ടുന്ന ഗൗരവമുള്ള രാഷ്ട്രീയം ഇന്ന് ഈ രാജ്യത്തുണ്ട്. എത്രമേൽ വർഗീയമായിട്ടാണ് ഈ രാജ്യത്തെ വേർതിരിക്കാനും അപകടപ്പെടുത്താനും ഫാഷിസ്റ്റുകൾ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമല്ല. അവരുടെ ജന്മോദ്ദേശം തന്നെയാണത്. എന്നാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർക്സിസത്തിൻ്റെ ഭാഗത്ത് നിന്നും അപകടകരമായ വർഗീയതയിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നത് സങ്കടം മാത്രമല്ല, ആശങ്ക കൂടെ ഉണ്ടാവുന്ന ഒരു രാഷ്ട്രീയമാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ചില ശുഭകരമായ സൂചനകളുണ്ട്, എന്നാൽ സങ്കടകരമായ ചില ഓർമ്മപ്പെടുത്തലുകളുമുണ്ട്. ശുഭകരമായ സൂചന എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുമ്പോൾ ഇന്ത്യയെ ഫാഷിസ്റ്റ് മുക്തമാക്കാനുള്ള ഒരു പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു നമ്മൾ. 400 സീറ്റുകൾ കിട്ടുമെന്ന് പറയുന്ന മോദിയോട് അത് കിട്ടില്ലെന്ന്, ഞങ്ങൾ ഇന്ത്യ ഭരിക്കുമെന്ന് പറയുന്ന ആവേശത്തോടെയാണ് നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പാർലമെന്റിലെ ഓരോ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കുമ്പോഴും നിങ്ങളുടെ ചിന്തയും ധാരണയും നമ്മൾ ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്ന് തന്നെയായിരുന്നു. നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. അതിനുശേഷമാണ് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ എന്താണ് മാറ്റം ഉണ്ടായത്? യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായൊരു മാറ്റം ഉണ്ടായില്ല. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയുമായിരുന്നോ പ്രിയങ്കക്ക് കുറെ വോട്ട് കൊടുത്താൽ? പ്രതിപക്ഷ നേതാവിന്റെ മുകളിലേക്ക് പോകാൻ കഴിയുമായിരുന്നോ അദ്ദേഹത്തിന്? ഇല്ല. എന്നിട്ടും രാഹുലിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പ്രിയങ്കക്ക് ഈ രാജ്യം നൽകി. ഫാഷിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ രാജ്യം ഭരിക്കുക എന്നത് മാത്രമല്ലാത്ത ലക്ഷ്യങ്ങളുമുണ്ട് എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. അതൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നിരുന്നാലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പുണ്ടായിരുന്ന ഒരു ജാഗ്രതയുണ്ട്. ഇന്ത്യയിൽ
ഫാഷിസ്റ്റുകൾക്കെതിരെ. നിങ്ങളുടെ വാട്സാപ്പ് കൂട്ടായ്മകൾ, നിങ്ങളുടെ ഫേസ്ബുക്ക് അതിനകത്തുണ്ടായിരുന്നത്, ട്വിറ്ററിൽ ഉണ്ടായിരുന്നത്, നിങ്ങൾ എവിടെയും നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധമായി കിട്ടുന്നതെല്ലാം പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്തിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാവുകയും കോൺഗ്രസ് 100ഓളം സീറ്റുകൾ മറികടക്കുകയും ഇന്ത്യയിലെ അതിഗംഭീരമായ ഒരു മുന്നേറ്റത്തിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷം പോവുകയും ചെയ്തതോടുകൂടെ അത് അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജാഗ്രത കുറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്കുകൾ, ട്വിറ്ററുകൾ ശ്രദ്ധിച്ചു നോക്കൂ. പഴയ പോലെയുള്ള ഒരു ജാഗ്രതയില്ല. അതിനിടയിലൂടെ, ഈ ജാഗ്രത കുറവിനിടയിലൂടെ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം പോലും ഇന്ത്യ ദൈനംദിനം തകരുകയാണ്. ഇന്ത്യയുടെ GDP ചരിത്രത്തിലില്ലാത്ത വണ്ണം കീഴ്പോട്ട് വരികയാണ്. 5.6 ആണ് ഇപ്പോൾ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത്. അതെത്രമാത്രം ദാരിദ്ര്യം പിടിച്ച ഒരു അക്കമാണെന്ന് നിങ്ങൾക്കറിയുമോ? ഒരു രാജ്യത്തിന് മിനിമം സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ രാജ്യത്തിന്റെ GDPയുടെ വളർച്ച ഒരു 10% ആവണം. അതില്ല. 5.6 ആണ് ഇന്ത്യയിലെ GDPയുടെ വളർച്ച എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒരുപക്ഷെ ചാലിക്കരയിൽ നിന്ന് ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല, കേരളത്തിലെ എവിടെ നിന്ന് സംസാരിച്ചാലും. കാരണം കേരളത്തിലെ മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി ഒരു ആവറേജ് ജീവിത നിലവാരം വെച്ച് പുലർത്തുന്നവരാണ്. അതിൻ്റെ മുഖ്യമായ കാരണം പ്രവാസമാണ്. നമ്മൾ ഒരു പ്രവാസ സമൂഹമാണ് കേരളം. നമുക്കതിൻ്റെ അപകടത്തെക്കുറിച്ച് അത്രമേൽ വ്യക്തമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിത നിലവാരത്തിൽ അത് അത്രമേൽ ബാധിച്ചോ എന്നറിയില്ല. പക്ഷെ ഇന്ത്യയുടെ സ്ഥിതി അങ്ങനെയല്ല. ഇന്ത്യ രാജ്യത്ത് മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റികൾ അപകടകരമാം വിധത്തിൽ തകരുകയാണ്. സമ്പന്നനായി തുടരുകയാണ്. പാവപ്പെട്ടവന് പിന്നെയും താഴോട്ട് പോവുകയാണ്. കേരളത്തിലൊരു കാറിന് വേണ്ടി നിങ്ങൾ ബുക്ക് ചെയ്താൽ കാത്തിരിക്കണം. ഒരു ഇന്നോവയാവാം, ഒരു മാരുതിയാവാം, പുതിയ മോഡൽ കാറുകൾ ഇറങ്ങുമ്പോൾ വെയിറ്റിംഗ് ആണ്. 6 മാസമാവട്ടെ, 8 മാസമാവട്ടെ. നിങ്ങൾ കർണാടകയിലേക്ക് പോയി നോക്ക്, മിനിമം തമിഴ്നാട്ടിലേക്ക് പോയി നോക്ക്, നോർത്ത് ഇന്ത്യയിലേക്ക് നിങ്ങൾ പോയാൽ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ പോയി അപ്പം വണ്ടി ഇറക്കാം. മാരുതിയുടെ ചെയർമാൻ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് കാർ കമ്പനി വിഡ്രോ ചെയ്യാണ്, പോവാണ്, നിൽക്കാൻ വയ്യെന്നാണ്. എന്താ കാര്യം? ചെറിയ കാറുകൾ വാങ്ങുന്ന മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിക്ക് അത് വാങ്ങാൻ പറ്റാത്ത വണ്ണം അവർ തകരുകയാണ്. ഈ GDPയുടെ പ്രശ്നം നിങ്ങൾക്കറിയുമോ? ഇന്ന് പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പഠനം കഴിയുമ്പോൾ ഒരു ജോലി കൊടുക്കാൻ പാകത്തിലുള്ള GDP അല്ല 5.6 അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ ഭാവി അപകടകരമാം വിധം ഇരുളടയുകയാണ്, പ്രയാസപ്പെടുകയാണ്. ഇന്നത്തെ ഡോളറിന്റെ വില അറിയോ നിങ്ങൾ? ഇന്നലെ മീഡിയകളിൽ മുഴുവൻ വാർത്തയുണ്ടായിരുന്നു. ഡോളറിന് 85 രൂപയാണ്. നിങ്ങൾ ഈ പ്രവാസികൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. കാര്യം എന്താണ്? റിയാലിന് ഇപ്പോൾ നല്ല റേറ്റാണ്. പക്ഷെ അത് സുഖമുള്ളൊരു വാർത്തയല്ല, ആത്യന്തികമായി ഗുണമുള്ളതല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഡോളറിന് 85 രൂപയായി. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിടുവായത്തം പറഞ്ഞത് ഞങ്ങൾ 40ലേക്ക് കൊണ്ടുവരുന്നതാണ്. പൊട്ടന്മാർക്ക് എന്തു പറയാം? 40ലേക്ക് കൊണ്ടുവരേണ്ട, നിങ്ങൾ 50ലേക്ക് വേണ്ട, 60. ഒരു 70-ൽ ഡോളറിനെ പിടിച്ചു നിർത്താൻ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥക്ക് കഴിയില്ല, കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ റേറ്റ് ഡോളറിൻ്റെത് 85 ഇന്നലെ പത്രം നോക്ക് നിങ്ങൾ. ഷെയർ മാർക്കറ്റുകൾ കുത്തനെ താഴോട്ടാണ്, ഇടിയുകയാണ്. പെട്രോളിന്റെ വില കുത്തനെ ഉയരുകയാണ്. രാജ്യം ചരിത്രത്തിൽ ഇല്ലാത്ത വണ്ണം അപകടപ്പെട്ടു വരുന്നു. ഭരിക്കുന്നവർ കള്ളന്മാരാവുകയാണ്. അദാനിക്ക് മാത്രം മതി ഈ രാജ്യമെന്ന് തീരുമാനിക്കുകയാണ്. അദാനി എന്ന് പറയുന്ന ഒരു സംഘം ഭരിക്കുന്നവന്റെ കക്ഷിയാണെന്ന് ലോകത്തിനറിയാം. അമേരിക്കയിൽ പോയി അദാനി 2200 കോടിയുടെ വെട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുകയാണ്.
ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ അദാനി വേണ്ട, അദാനി വേണ്ട, ഇവർ കള്ളന്മാരാണെന്ന് പറഞ്ഞ് ഒഴിവാകുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും. ഇനി എല്ലാം പോകട്ടെ, ഇന്ത്യയിലോ ആന്ധ്ര ഗവൺമെന്റ് BJPയുടെ സഖ്യകക്ഷിയാണ്. അവർ തീരുമാനിച്ചു അദാനിയുമായുള്ള എല്ലാ ബിസിനസ്സുകളും ഞങ്ങൾ പരിശോധിക്കാൻ പോവാൻ. സ്നേഹമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ആ സമയത്ത് കേരള ഗവൺമെന്റ് അദാനിക്ക് വേണ്ടി ചുവന്ന പരവതാനി വിരിക്കുകയാണ്. അദാനി കള്ളനാണെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി വലതുപക്ഷവും അദാനിക്ക് ചുവന്ന പരവതാനി വിരിക്കുന്ന പിണറായിയുടെ CPM ഇടതുപക്ഷവുമാകുന്ന വിരോധാഭാസമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിന്റെ പ്രത്യേകത. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ അപമാനിക്കപ്പെടുക. അപ്പൊ നിങ്ങൾ ഓർത്തു നോക്കൂ, ആരാണ് ഇന്ത്യയുടെ കോൺഗ്രസ് പാർട്ടിയുടെ അഭിമന്യനായ നേതാവ്? സോണിയാഗാന്ധി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കൈവെള്ളയിൽ വെച്ചു കൊടുത്തിട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ അവരെ കുറിച്ച് ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പറഞ്ഞൊരു ആരോപണമുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ BJPയെ അട്ടിമറിക്കാൻ US സഹായം വാങ്ങി. അതിന് തെളിവായിട്ട് പറഞ്ഞത് ജോർജ് സോറോസ് ഫൗണ്ടേഷൻ, അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്ന ശക്തികൾ സോണിയാഗാന്ധിക്ക് പണം കൊടുത്തു എന്ന് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി BJP ആരോപണം ഉന്നയിച്ചു ഇന്ത്യയുടെ പാർലമെന്റിനകത്ത്. അതിന് തെളിവായിട്ട് പറഞ്ഞെന്താ ഞങ്ങള്? ഫ്രഞ്ച് പ്രസിദ്ധീകരണമായ മീഡിയ പാട്ട്, ആ പത്രത്തിൽ ഈ വാർത്ത വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയില് മീഡിയ പാട്ടിന്റെ ഡയറക്ടർ കാരിൻ ഫ്യൂട്ടോ എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങളുടെ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല. ഇന്ത്യ മഹാരാജ്യത്തിലെ പാർലമെന്റിനകത്ത് രാജ്യം ഭരിക്കുന്ന ഒരു കക്ഷി ഒരു ഉളുപ്പില്ലാതെ നുണ പറഞ്ഞിട്ട് ആ പത്രത്തിന്റെ എഡിറ്റർ വന്നിട്ട് പരസ്യമായിട്ട് പറയാണ്, അതിന്റെ ഡയറക്ടർ പറയാണ്, ഞങ്ങളുടെ പത്രത്തിൽ വാർത്ത വന്നിട്ടില്ല. അത്രമേൽ കളവ് പറയുന്ന, നുണ പറയുന്ന. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യയിലെ മതസൗഹൃദത്തിനെതിരെ, മുസ്ലിം പള്ളികൾക്കെതിരെ നിരന്തരമായി നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് മോഹൻ ഭഗവത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് സംഘി പുങ്കവന്മാരൊക്കെ കേൾക്കണം. എന്താ മോഹൻ ഭഗവത് പറഞ്ഞറിയോ? ഇനി ഇങ്ങനെ നിരന്തരമായി പള്ളികൾക്കു നേരെ നിങ്ങൾ ഈ അവകാശവാദം ഉന്നയിച്ചു വരരുത്, അതിനിറങ്ങി പുറപ്പെടരുത്. മുസ്ലിം നേതാവല്ല, കോൺഗ്രസ് നേതാവല്ല, RSSന്റെ മോഹൻ ഭഗവത് ഇത് പറയാൻ കാര്യം എന്താണെന്നറിയോ? കാണുന്ന റോട്ടുമ കാണുന്ന പള്ളിയൊക്കെ എന്താക്കുക? ഉത്തരേന്ത്യയിൽ അത് ക്ഷേത്രമാക്കുക, ക്ഷേത്രമാണെന്ന് പറയാ. പറഞ്ഞ് താജ്മഹലും ക്ഷേത്രമാണെന്ന് പറഞ്ഞു വെച്ചു. ഇവർക്ക് അപകടം മനസ്സിലായി. ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ പോലും കുറയുകയാണ്. രാജ്യത്തിന്റെ ഒരു സാമ്പത്തികമായ അകക്കാമുണ്ട്. നിങ്ങൾ പരിശോധിച്ചോളൂ, ബംഗ്ലാദേശ് ഇന്ത്യയുമായുള്ള ബന്ധം എന്താണ്? യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്, ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ ഇന്ത്യ മുറിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ സ്ട്രൈക്ക് എന്ന് പറയാവുന്നത് അവരെ മുറിച്ചു മാറ്റി ബംഗ്ലാദേശ് ഉണ്ടാക്കി എന്നതാണ്. പറഞ്ഞു ഇപ്പൊ എന്താ ബംഗ്ലാദേശ് പറയുന്നതെന്നറിയോ? ഞങ്ങളെ ഈ രാജ്യം ഉണ്ടാക്കുന്നതിൽ ഇന്ത്യ സഹായിച്ചിട്ടില്ല. പറയുന്ന അവസ്ഥയെത്തി. ഇന്ത്യ സഹായിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ മിലിറ്ററിയാണ് അന്ന് ബംഗ്ലാദേശിനു വേണ്ടി എല്ലാ പണിയും ചെയ്തത്. ഈ വൃത്തികെട്ട രാഷ്ട്രതന്ത്രജ്ഞതയില്ലാത്ത ഒരു ഭരണകൂടത്തിന്റെ നെറികേട് കൊണ്ട് ബംഗ്ലാദേശ് പോലും ഇന്ത്യയെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യം എത്തുകയാണ്. രാജ്യം എത്രമേൽ അപകടകരമായിട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിത് പറയുന്നത് BJPയോട് മാത്രമല്ല, ഈ രാജ്യത്തിലെ CPMകാർ കൂടെ. നിങ്ങൾ BJP ഒരു രാഷ്ട്രത്തിന്റെ അധികാരത്തിലിരുന്ന് അപകടകരമായി ഉണ്ടാക്കുന്ന വർഗീയതക്ക് സമാനമാം വിധം നിങ്ങളും അറിയാതെ ഈ വർഗീയതയുടെ പിണിയാളുകളാവുകയാണ്. ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നു എന്നതുകൊണ്ട്, ഞങ്ങളൊരു മുന്നണിയാണ് എന്നതുകൊണ്ട്, കേരളത്തിൽ CPMന്റെ എതിർഭാഗത്താണ് UDF നിൽക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിനെ എതിർക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വൃത്തികെട്ട ചില പണികൾ കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് ബോധ്യാവണ്ടേ? നിങ്ങൾ ലീഗിനോട് ചോദിക്കുന്നുണ്ടല്ലോ, ലീഗ് എന്തിനാ കോൺഗ്രസിനെ വിമർശിക്കുന്നത്, അനുകൂലിക്കുന്നത്? ലീഗ് എന്തിനാ കോൺഗ്രസിനെ അനുകൂലിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് കോൺഗ്രസിനെ അനുകൂലിക്കുന്നതിന്റെ രാഷ്ട്രീയം CPMന് അറിയോ?
ഞങ്ങൾക്ക് കോൺഗ്രസുമായി നിരവധി വിയോജിപ്പുകളുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാവാം, വേദിയിൽ വന്നിട്ടുണ്ട്, വേദിയിലുണ്ടാവാം, വന്നിട്ടുമുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷെ അവർ കോൺഗ്രസ് ആണ്, ഞങ്ങളോ? ഞങ്ങൾ ലീഗാണ്. ഞങ്ങളുടെ കൊടി വേറെയാണ്, ഞങ്ങളുടെ പരിപാടി വേറെയാണ്, അവരുടെ കൊടി വേറെയാണ്, അവരുടെ പൊളിറ്റിക്കൽ എയിം വേറെയാണ്. ഞങ്ങൾക്ക് ഇന്ന് ഒന്നായാ പോരെ? കോൺഗ്രസിനോട് ഒരു വിയോജിപ്പുമില്ല മുസ്ലിം ലീഗിന് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കൃത്യമായ വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് പാർട്ടിയായി ഞങ്ങൾ ഈ രാജ്യത്ത് നിൽക്കുന്നത്. പക്ഷെ വിയോജിപ്പുകൾക്കാൾ വലിയ ഒരു യോജിപ്പ് ഞങ്ങൾ തമ്മിലുണ്ട്. അതെന്താണെന്നറിയുമോ? ഞങ്ങൾ രണ്ടു കക്ഷികളും ജനാധിപത്യ കക്ഷികളാണ്, ജനാധിപത്യ ബോധമുള്ളവരാണ്. നാളെ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കണം 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 എന്ന് ലീഗ് പറയുന്നത് എന്തിനെന്നറിയുമോ? നാളെ ഇതിനേക്കാൾ വലിയ ഒച്ചത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് അവകാശം ഉണ്ടാവണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നാളെ കോൺഗ്രസിനെ താങ്ങാനല്ല, നാളെ കോൺഗ്രസിന് സ്തുതി പറയാനല്ല, ഞങ്ങളുടെ വിയോജിപ്പുകൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവണം. ഓർത്തു നോക്കൂ, നിങ്ങൾ എത്ര കൊല്ലം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്? രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ജനാധിപത്യ അവകാശം അവർ ഹനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്രമിച്ചെങ്കിൽ CPM-കാരാ നിങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നോ? നിങ്ങൾ ഉണ്ടാകുമായിരുന്നു. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബംഗാളിൽ സ്വാധീനം, കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ത്രിപുരയിൽ സ്വാധീനം. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ്. നിങ്ങൾ ഓർത്തു വെച്ചോളൂ, നിങ്ങളുടെ AKG ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി മാറുന്നത് അംഗബലം കൊണ്ടല്ല, അംഗബലം കൊണ്ടല്ല. പ്രതിപക്ഷം ഒരു ജനാധിപത്യത്തിന്റെ കരുത്താണ് എന്ന ഒരു രാഷ്ട്രീയ ബോധത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പോലും ആകുന്നത്. ഞങ്ങൾക്ക് കോൺഗ്രസുമായി വിയോജിപ്പുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലീഗിനെ ആക്ഷേപിച്ചിട്ടില്ലേ? എതിർത്തിട്ടില്ലേ? തകർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടില്ലേ? ഈ കോഴിക്കോട് കടപ്പുറത്ത് വന്ന് എന്തെല്ലാം നെഹ്റുവിന് പ്രസംഗിക്കാം. ഈ ചെറിയ പാർട്ടിയെ കുറിച്ച് നെഹ്റു പറഞ്ഞത്, ഏയ് അത് ചത്ത കുതിരയാണ്. ഞങ്ങള് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അഭിവന്യനായ ഞങ്ങളുടെ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് എന്താ പറഞ്ഞത്? അല്ല പണ്ഡിറ്റ്ജി, തെറ്റിദ്ധാരണയാണ്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. ഞങ്ങൾ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വലിയ ഫൈറ്റ് നടന്നിട്ടുണ്ട്, മത്സരങ്ങളുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഓർക്കുക, ഇന്ത്യയുടെ പാർലമെന്റില് മഹാനായ പോക്കർ സാഹിബ് ഇരിക്കുന്ന സമയം ആ പാർലമെന്റിൽ ഒരു ബില്ല് വരികയാണ്. ആ ബില്ല് പ്രത്യേക വിവാഹ നിയമ ബില്ലാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആചാരാനുഷ്ഠാനങ്ങളെ, ശരീഅത്തിനെ അപകടപ്പെടുത്തുന്ന ബില്ലാണ്. നിരവധി മുസ്ലിങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിലുണ്ട്. എല്ലാവരും യെസ് യെസ് എന്ന് വിളിക്കാൻ ശബ്ദ വോട്ടെടുപ്പാൻ യെസ് യെസ് എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോ പാർലമെന്റിന്റെ മൂലയിൽ നിന്നൊരു മനുഷ്യൻ, സ്ഥൂലഗാത്രനായ മനുഷ്യൻ എഴുന്നേറ്റ് നോ എന്നൊരു വിളിയുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിലെ മുഴുവൻ കണ്ണുകളും ആ മനുഷ്യന്റെ മുഖത്തേക്ക് പോയി. അതാരാണ്? തുർക്കി തൊപ്പി വച്ച ഒരു സാധുവായ ഒരു മനുഷ്യൻ. ശബ്ദത്തിന് വലിയ ഗാംഭീര്യമുണ്ട്, മുഖത്ത് വലിഞ്ഞു മുറുകിയ വികാര വായ്പുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നോക്കി, അത് ബി പോക്കറാണ്, മുസ്ലിം ലീഗിന്റെ നേതാവാണ്. നെഹ്റുവിന് അകത്തൊരു അരിശമുണ്ടാവണം, ദേഷ്യമുണ്ടാവണം. ഞാൻ വിമർശിക്കുന്ന ലീഗ്, ഞാൻ എതിർക്കുന്ന ലീഗ്, എനിക്കിതാ തോൽപ്പിക്കാൻ എന്റെ മുമ്പിൽ അവർ വന്നു നിൽക്കുകയാണ്. പക്ഷെ നെഹ്റു ഒരു ജനാധിപത്യവാദിയാണ്. നെഹ്റു പറഞ്ഞത്, പോക്കറിന്റെ ശബ്ദം ഈ പാർലമെന്റിനകത്ത് ഒറ്റപ്പെട്ടതാണ്, പക്ഷെ ഇന്ത്യയിൽ ആ ശബ്ദം കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളുടെ ശബ്ദമാണ് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിക്കുകയാണ്. ആ ബില്ല് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വരുന്നതിന്റെ പിറകിൽ നെഹ്റുവിന്റെ ഒരു ജനാധിപത്യ ബോധമുണ്ട്. ആ ബോധം ഈ രാജ്യത്ത് വേണം. CPM-കാരാ, ജനാധിപത്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. പിണറായിയെ കാണുമ്പോഴേക്കും ഉടുമുണ്ടിൽ മൂത്രമൊഴിച്ചു പോകുന്ന അണികളുള്ള ഒരു പാർട്ടിക്ക് ജനാധിപത്യത്തിന്റെ മഹിതം എന്തെന്നറിയില്ല. ആരുടെ മുഖത്ത് നോക്കിയും നട്ടല്ലു വളയാതെ നേരെ നിന്നു സംസാരിക്കാനുള്ള അവകാശബോധത്തിന്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന് ജനാധിപത്യ ബോധമുണ്ട്, കോൺഗ്രസിന് ജനാധിപത്യ ബോധമുണ്ട്. നിങ്ങള് നേതാവിനെ കാണുമ്പോൾ അറിയാതെ മുള്ളിപ്പോകുന്നത് ജനാധിപത്യം എന്തെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടും നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടുമാണ്. കോൺഗ്രസുമായി ഞങ്ങൾ നിൽക്കുന്നതിന് ഒരുപാട് രാഷ്ട്രീയമുണ്ട്. ഈ മെനഞ്ഞാന്ന് ഒരു വിധി വന്നല്ലോ സുപ്രീം കോടതിയുടെ.
എന്തായിരുന്നു അത്? നിരന്തരമായി പള്ളികൾക്ക് മുകളിൽ ആക്ഷേപങ്ങൾ ഉയർത്തി, ആ പള്ളികൾ ക്ഷേത്രമാണെന്ന വാദം ഉയർത്തി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിനെന്താ കാരണം എന്നറിയോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഇല്ലേ? ഒരു ഡേറ്റ് ഇല്ലേ? പിന്നെ എന്തായി സംഭവിക്കുന്നത്? എന്നാ നിങ്ങൾക്കറിയുമോ? കട്ട് ഓഫ് ഡേറ്റിന്റെ പ്രശ്നമല്ലാതെ ലോക്കൽ കോടതികളിൽ RSSകാരൻ പോയി പരാതി കൊടുക്കുക. എന്താണ്? ഇവിടെയുള്ള ഈ പള്ളി, ഇവിടെ നിൽക്കുന്ന ഈ പള്ളി, ആ പള്ളി ക്ഷേത്രമായിരുന്നു, അതുകൊണ്ട് ആ പള്ളി സംരക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോക്കൽ കോടതിയിൽ സർവേ നടത്തണം. അതിനടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അവിടെ ബിംബങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുക. ലോക്കൽ കോടതി ആ പരാതി സ്വീകരിക്കുക. പിന്നെ സർവേ ആയി. ഇതില് രാജ്യത്തൊരു ഭരണഘടനയുണ്ട്, കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. ഇതിന്റെ മേൽ സുപ്രീം കോടതിയെ സമീപിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ സുപ്രീം കോടതിയിൽ നിന്ന് ചന്ദ്രചൂഡ് അതിനനുകൂലമായി നിലപാടെടുത്തു. എന്നാൽ അതേ സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ചിൽ ഈ കേസ് വന്നു. കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് അടക്കം ഹാജരായി. വിധി വന്നത് എന്താണെന്നറിയോ? ഇനി ലോക്കൽ കോടതികൾ സർവേക്ക് ഉത്തരവിറക്കരുത്. അവിടെ തീരുന്നില്ല സ്നേഹമുള്ളവരെ. രണ്ടാമത് വിധി പറയുന്നത് എന്തെന്നറിയുമോ? ഇതിനുപോൽബലകമായി അവരെടുക്കുന്നത് 991 കട്ട് ഓഫ് ഡേറ്റ് ആണ്. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ബില്ലാണ്. കേട്ടോ നിങ്ങളൊക്കെ? വായിച്ചോ നിങ്ങളൊക്കെ? ഞാൻ നിങ്ങളോട് പറയുന്നു, വായിച്ചിട്ട് അങ്ങ് പോയാൽ പോരാ. അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കണ്ണടക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, GM ബനാത്തുബാല സാഹിബിന്റെ ഖബറിടത്തിൽ നീ വെളിച്ചം നൽകണമേ തമ്പുരാനെ എന്ന്. ആ മനുഷ്യന്റെ പരലോക ജീവിതം നീ സുഖപ്രദമാക്കി കൊടുക്കണേ എന്ന്. ഞാനിത് പറയുന്നത് ചെറുപ്പക്കാരോടാണ്. നിങ്ങൾ മനസ്സിലാക്കണം സ്നേഹമുള്ളവരെ. മുസ്ലിം ലീഗിന്റെ അഭിമന്യനായ MP, അഭിമന്യനായ നേതാവ് GM ബനാത്തുബാല സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ 987 ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു. എന്താ ബില്ലെന്നറിയുമോ? 947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി 15 ഇന്ത്യ സ്വതന്ത്രമാവുകയാണ്. ആ രാത്രിയിൽ ഇന്ത്യയിലെ ക്ഷേത്രം ആരുടെ കയ്യിലാണോ അവന്റെ കയ്യിൽ, പള്ളി ആരുടെ കയ്യിലാണോ അവന്റെ കയ്യിൽ, സിനഗോഗുകളും ചർച്ചുകളും ആരുടെ കയ്യിലാണോ അവന്റെ കയ്യിൽ. അങ്ങനെ ആവണം. അറിയാലോ, ഇന്ത്യയുടെ പാർലമെന്റിലെ ഒരു കൊച്ചു പാർട്ടിയാണ് ലീഗ്. ആ ബില്ല് തള്ളി. 990 കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒരു രാഷ്ട്രീയ തർക്കത്തിന്റെ പേരിൽ ലീഗ് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നു. എവിടെയും പോയില്ല. കോൺഗ്രസിന്റെ കൂടെ മത്സരിക്കാൻ ഞങ്ങളില്ല എന്ന് തീരുമാനിച്ചു. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ക്രൂഷ്യലായിരുന്നു. കോൺഗ്രസ് പറഞ്ഞു, 20 സീറ്റുള്ള കേരളക്കരയിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സംഘശക്തി വലുതാണ്, കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ. അതുകൊണ്ട് ലീഗുമായി ഒരു സഖ്യമുണ്ടാക്കണം. നേതൃത്വം കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. മുസ്ലിം ലീഗിനെ വിളിച്ചു. മുസ്ലിം ലീഗ് സംസാരിക്കാൻ തീരുമാനിച്ചു. മുസ്ലിം ലീഗിന് ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് വടകര പാർലമെന്റ് മണ്ഡലം വേണം. അല്ല, ഞങ്ങൾക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഒരു 5 സീറ്റ് വേണം. അല്ല, ലീഗ് പറഞ്ഞത് 987 GM ബനാത്തുബാല സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന ഈ സ്വകാര്യ ബില്ലിനെ ഔദ്യോഗിക ബില്ലായി കൊണ്ടുവരണം. കോൺഗ്രസ് ഒരു തിരുത്തു വച്ചു ലീഗിനോട്. കൊണ്ടുവരാം, അത് ഈ രാജ്യത്തിന് ആവശ്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ബാബരി മസ്ജിദ് ഒരു തർക്കമാണ്. അതുകൊണ്ട് ആ തർക്ക വിഷയത്തെ കോടതിയുടെ പരിഗണനയുള്ള ബാബരി മസ്ജിദിനെ മാറ്റിവെച്ച് ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും എല്ലാ പള്ളികൾക്കും എല്ലാ ചർച്ചുകൾക്കും ബാധകമാകുന്ന നിയമം ഞങ്ങൾ കൊണ്ടുവരും. ആ മിനിമം പദ്ധതിയുടെ പേരിൽ മുസ്ലിം ലീഗ് കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി. രാജീവ് ഗാന്ധിയോടാണ് സഖ്യം. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു MSF കാരനായി നടക്കുന്ന സമയമാണ്. അനൗൺസ്മെന്റ് വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകും. തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ്. പെട്ടെന്നൊരു ദിവസം നമ്മളെല്ലാവരും സ്തബ്ധമായിരിക്കെ ഒരു വാർത്ത പരന്നു. രാജീവ് ഗാന്ധി അതിക്രൂരമായി കൊല്ലപ്പെട്ടു.
നമ്മുടെ തെരഞ്ഞെടുപ്പും നമ്മുടെ ചലനങ്ങളും എല്ലാം അങ്ങ് നിശബ്ദമായി. പക്ഷേ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രഖ്യാപിച്ചു. നമ്മൾ സജീവമായി പങ്കെടുത്തു. കോൺഗ്രസ് അധികാരത്തിൽ വന്നു. പക്ഷേ നമുക്ക് വാക്കു തന്നിരുന്ന രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കോൺഗ്രസ് വാക്കു പാലിച്ചു. ആ ബില്ലാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള അത്താണിയായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ മറക്കരുത് എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനാണ്. ആ രാഷ്ട്രീയത്തെ മറക്കരുത് എന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എത്രമാൽ ഗൗരവപ്പെട്ട ഒരു രാഷ്ട്രീയത്തെയാണ്. എന്തിന്റെ പേരിൽ ഞങ്ങൾ കോൺഗ്രസുമായി നിൽക്കുന്നതിന്റെ ഒരു രാഷ്ട്രീയം ഇതാണ്. എന്നാൽ എന്റെ CPM-കാരാ, നിങ്ങൾ കോൺഗ്രസിനെ രാഷ്ട്രീയമായി എതിർത്തോ? ലീഗ് എതിർക്കുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കളിയാക്കുക, ചെറിയ കളിയാക്കല. ഈ RSS-കാരൻ പറയുന്ന പപ്പു എന്ന വിളി അവൻ ഒന്ന് വിളിച്ചാൽ നീ 10 വിളിക്കും. നിങ്ങൾ കോൺഗ്രസിനെ എന്തൊക്കെ തരത്തിൽ ആക്ഷേപിക്കാലോ. ഇപ്പൊ ഞാന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പുള്ള തെരഞ്ഞെടുപ്പ് കാഞ്ഞങ്ങാട് കാസർഗോഡ് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ ഒരു വൈകാരികമായ മുഹൂർത്തം വരുമ്പോ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, സ്നേഹമുള്ളവരെ, ഇത് ഈ ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാനുള്ള, സെക്കുലാരിസത്തെ നമുക്ക് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു യാത്രയാണ്. രാഹുലിന്റെ ഈ ബസ് ലാസ്റ്റ് ബസ്സാണ്. നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് കയറണം. ഞാൻ ആ പ്രസംഗത്തിന്റെ ടോണിൽ ഇങ്ങനെ പറഞ്ഞതാണ്. നിർഭാഗ്യവശാൽ ആ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് ദയനീയമായി, ഇന്ത്യ മുന്നണി ദയനീയമായി അന്ന് തോൽക്കുകയും രാഹുലിന് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. എല്ലാവരുടെയും നഷ്ടമാണ്. പക്ഷെ CPM-കാർ ആ സമയം മുതൽ ട്രോളാൻ തുടങ്ങിയത് തന്നെ ലാസ്റ്റ് ബസ് പോയോ, ലാസ്റ്റ് ബസ് വന്നോ, ഇഞ്ചി എന്നൊക്കെ പറഞ്ഞ മാതിരി ആ സമയത്തുള്ള എനിക്കതറിയുള്ള ട്രോൾ അതായിരുന്നു. എന്ന സഖാവിനറിയോ, ഈ തെരഞ്ഞെടുപ്പില് നിങ്ങളുടെ ബാലൻ സഖാവ് പറഞ്ഞാണ്, സഖാക്കളെ നിങ്ങൾ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ ചിഹ്നം വല്ല എലിപ്പെട്ടിയോ അതല്ല ഓന്തോ പന്നിയോ ഒക്കെ ആയിപ്പോകുന്നാണ്. എൻ്റെ സഖാവേ, നിങ്ങൾ ആ രാഹുലിൻ്റെ ലാസ്റ്റ് ബസ്സിൽ ഇത്തവണ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആഫീസിലും നിങ്ങളുടെ ബാലറ്റ് പേപ്പറിലൊക്കെ കാണുന്ന ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം ഉണ്ടല്ലോ, അത് വല്ല ആക്രിക്കടയിലും പോയിട്ട് നിങ്ങൾ തിരയേണ്ടി വരുമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാര്യം എന്ത്, അന്ന് ഈ വണ്ടി കയറിയിട്ട് അങ്ങക്ക് അത് നിൽക്കണത് ആ മര്യാദ വേണ്ടടോ. ആ ഒരു മര്യാദ, ഒരു മാന്യത നിങ്ങൾ കാണിക്കാൻ നിൽക്കണ്ടേ? നിങ്ങൾ ഇപ്പോഴും അതിനെ ഏറ്റവും നിശിതമായി വിമർശിക്കുമ്പോഴും ഇപ്പൊ സന്ദീപ് വാര്യര് BJP-യുടെ RSS-ന്റെ അതിശക്തമായ ഒരു നേതാവായിരുന്നു. അവരുടെ മീഡിയകളിലെ ഒരു ഫേസ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു. നിങ്ങൾക്ക് എന്തിനാ അതിന് ദേഷ്യം പിടിക്കണത്? ഞാൻ കണ്ണൂരിലെ 10 കൊല്ലം MLA ആയിരുന്നു. അവിടെ OK വാസു എന്ന് പറയുന്ന RSS-കാരൻ CPM-ൽ വന്നല്ലോ. ആരെങ്കിലും കളിയാക്കിയോ? ആരെങ്കിലും ചീത്ത വിളിച്ചോ? ആരെങ്കിലും മോശത്തരം പറഞ്ഞോ? സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നാൽ അതിൽ സന്തോഷിക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളല്ലേ? സങ്കടപ്പെടേണ്ടത് RSS അല്ലേ? പക്ഷേ സങ്കടപ്പെടുന്നത് RSS-ഉം ദേഷ്യം പിടിക്കുന്നത് CPM-ഉമാണ്. ഇതെന്തൊരു വിരോധാഭാസമാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് സന്ദീപ് വാര്യരെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ പിന്നെ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തത്? അയാൾ പറഞ്ഞു, ഞാൻ വരുന്നത് RSS എന്നാണ്. പിന്നെ CPM പോയിട്ട് എന്താ കാര്യം? ഒരു ചേഞ്ച് വേണ്ടേ? ഒരു ചേഞ്ച് ആരാടോ ഇഷ്ടപ്പെടാത്തത്? ഒരു ചേഞ്ച് ആരാ ഇഷ്ടപ്പെടാത്തത്? RSS-ൽ കത്തി, RSS-ൽ വാള്, RSS-ൽ കുഴപ്പം, RSS-ൽ പരാക്രമം, RSS-ൽ മുസ്ലിം വിരുദ്ധത, RSS-ൽ വർഗീയത, ഇതൊക്കെ തന്നെയല്ലോ നിന്റെ CPM-ലുള്ളത്. പിന്നെ അയാൾ വന്നിട്ട് എന്താ കാര്യം? കാലത്തുനിന്ന് കഞ്ഞിക്കാലത്തേക്ക് പോയി എന്ന് പറഞ്ഞ മാതിരി ഒരു മാറ്റം ഫീൽ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് അയാള് രാഷ്ട്രീയമായി അത്രമേൽ അയാൾക്ക് ഒരുപക്ഷെ സുരക്ഷിതമല്ല എന്ന് വിചാരിച്ചാലും ഗുണപരമാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സന്ദീപ് വാര്യർ വന്നപ്പോ നിങ്ങൾ എന്തിനാണ് ചൂടായത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഇവിടെ മുസ്ലിങ്ങളെയും മറ്റു മതസ്ഥരെയും ക്രിസ്ത്യാനികളെയും മറ്റു മതസ്ഥരെയും ഹിന്ദുക്കളെയും മറ്റു മതസ്ഥരെയും ഒക്കെ നിരന്തരമായി തെറ്റിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ്. എന്നിട്ടോ നിങ്ങൾ ഒരു കാര്യം ചെയ്തു. എന്താണെന്നറിയോ? കേരളത്തിലെ മുസ്ലിം വോട്ട് കിട്ടാവുന്ന തന്ത്രങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കുറെ പരിശോധിച്ചു നോക്കി.
ഏത് തരത്തിലാണ് മുസ്ലിം വോട്ട് കിട്ടാനാവുക? അതിന് നിങ്ങൾക്ക് കളിക്കാവുന്ന എല്ലാ വൃത്തികെട്ട കളികളും നിങ്ങൾ കളിച്ചു. സമസ്തയിൽ പളർപ്പുണ്ടാക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ? അത് പരിശോധിച്ചു. അതിന്റെ പിറകില് കിട്ടാവുന്നവരൊക്കെ കൂട്ടിയിട്ട് ഈ മോഹനം മാഷും ഇളമരം കരീമും അടങ്ങുന്നവർ കോഴിക്കോട് ഒരു സർക്കസ് ഉണ്ടാക്കി അവരെ കൂട്ടി കുറെ നടന്നു. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് മതസംഘടനകൾക്കകത്ത് ആ ലീഗിനെ എതിരാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തി. NRC വന്നപ്പോ ഞങ്ങളാണ് സംരക്ഷകർ എന്ന കളവ് പറഞ്ഞ് നുണ പറഞ്ഞ് NRC സമരത്തിലെ മുഴുവൻ സമര യോദ്ധാക്കൾക്കുമെതിരെ കേസെടുത്ത് എന്നിട്ടും മുസ്ലിങ്ങളെ പറ്റിക്കാൻ നിങ്ങൾ ശ്രമങ്ങൾ നടത്തി. ബീഫ് വരട്ട്, ബീഫ് ഒലത്ത്, തെരുവിൽ മുഴുവൻ മുസ്ലിം വോട്ട് കിട്ടാവുന്ന എല്ലാ പരാക്രമങ്ങളും നടത്തി. അവസാനം സിറാജിലും സുപ്രഭാതത്തിലും പരസ്യം വരെ കൊടുത്തു നോക്കി. ഒരു ഗുണമില്ല. നിങ്ങൾ ഇപ്പൊ തീരുമാനിച്ച എന്താണെന്നറിയോ? ഇനി അത് വേണ്ട. മുസ്ലിങ്ങളെ പഴയ പോലെ സദ്ദാം ഹുസൈന്റെ പേരൊന്നും പറഞ്ഞാൽ വോട്ട് കിട്ടൂല. അതുകൊണ്ട് അവരുടെ വോട്ടിന് വേണ്ട. അതുകൊണ്ട് ഹിന്ദു വോട്ടുകളെ കേന്ദ്രീകരിച്ച് പുതിയ വർഗീയത കളിക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അതാ ഇവിടെ നടക്കുന്നത്. മോഹനം മാഷ പ്രസംഗങ്ങൾ കേട്ടോ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മോഹനം മാഷ് നടത്തിയത് പ്രസംഗമുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകൂ. എന്താ പറയുന്നത് ഞങ്ങള്? അയാൾ പറയാൻ, ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്. ഒരു പുതിയ കണ്ടുപിടുത്ത മാതിരിയാണ്, മതരാഷ്ട്രവാദികളാണ്. ആ ജമാഅത്തെ ഇസ്ലാമി എങ്ങാനും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ മുമ്പിലുള്ളവനൊക്കെ കണ്ണടച്ചിട്ട് വിചാരിച്ചു. നിങ്ങൾ വിചാരിച്ചല്ലോ. അങ്ങനെ വിചാരിച്ചാൽ അവർക്ക് അധികാരം കിട്ടിയാൽ അവരാരെയായിരിക്കും ആദ്യം ഇവിടുന്ന് പുറത്താക്കുക? സ്കൂളിലെ കുട്ടികളോട് ചോദിക്കണമാതിരി ചോദിക്കാൻ, മുമ്പിൽ കുറെ മൊയന്ത് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, അവരോട് ചോദിക്കാൻ. അവര് പറയാ നമ്മൾ ഹിന്ദുക്കളെ. അതന്നെയാണ് ഞങ്ങൾ എതിർക്കണത്. എന്റെ മോഹനം മാഷേ, ഇത്ര വൃത്തികെട്ട ഈ ഏർപ്പാടിന് പകരം ആ കാക്കി ട്രൗസറും വടിയും പിടിച്ചിട്ട് RSSന്റെ ശാഖയിൽ പോയി നിൽക്കുന്നതല്ലേ ഈ മോഹന് നല്ലത്? അതല്ലേ നല്ലത്? ഇതിനേക്കാൾ വലിയ വർഗീയതയുടെ RSS പറയോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജമാഅത്തെ ഇസ്ലാമി വേറെ എന്താണെങ്കിലും തിരക്കണില്ല. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കുക. എന്റെ മോഹനം മാഷ് ഒരു പഞ്ചായത്ത് ഭരിക്കാൻ നോക്കിയിട്ട് ഞങ്ങൾ സമ്മതിക്കണില്ല. ഓരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പിന്നെ ഇന്ത്യ രാജ്യം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിൽ അവർക്ക് മെമ്പർഷിപ്പ് 3000. അവരങ്ങനെ മെമ്പർഷിപ്പ് എല്ലാവർക്കും ഒന്നും കൊടുക്കൂല. അതങ്ങനെ ഒരുപാട് നിബന്ധനകളൊക്കെ ഉള്ള ഒരു കേഡർ സാധനമാണ്. അവർക്ക് ആകെയുള്ള മെമ്പർഷിപ്പ് 3000 മെമ്പർഷിപ്പുള്ള. ഇനി അല്ലെങ്കിൽ മോഹനം മാഷോട് ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. SDP ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും ഇനി അബ്ദുൽ നാസർ മദനി ആയാലും അവരൊറ്റക്കല്ല. നിങ്ങളെല്ലാവരും കൂടി ശ്രമിച്ചാലും ഈ നാട്ടിലെ ആ വിത്തിട്ടാൽ അത് കരിയിക്കാൻ ഇവിടെ ഒരു പാർട്ടി ഉണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളോട് പറഞ്ഞിട്ട് ഈ ഹിന്ദു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പണിയൊന്നും നിങ്ങൾ എടുക്കണ്ട. സങ്കല്പിക്കുക, ഏത് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിച്ചാൽ നമ്മളെ പുറത്താക്കൂലേ? എന്തൊരു ഇയാള് പൊട്ടനാണെന്ന് പറഞ്ഞൂടാ. കാരണം അത്യാവശ്യം സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റാനുള്ള ബുദ്ധിയൊക്കെ ആക്കുണ്ടല്ലോ. അത്യാവശ്യം ഇപ്പൊ എത്ര വീടുണ്ടെന്നുള്ള കണക്കൊന്നും ഞാൻ പറയണില്ല, പൈസ എത്ര അടിച്ചു മാറ്റൊന്നും പറയില്ല. അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. പൊട്ടനല്ലല്ലോ. ഇത് ആസൂത്രിതമാണ്. ഇവിടുത്തെ ഹിന്ദു സഹോദരിമാരുടെ മനസ്സിൽ മുസ്ലിം വിരുദ്ധത കുത്തിവെക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ, മുസ്ലിം പേടി, ഇസ്ലാം പേടി ഉണ്ടാക്കി വെക്കാനുള്ള പരിശ്രമമാണ്. അത് ഏറ്റെടുക്കുന്നത് RSSനെ പോലും വെല്ലുന്ന വർഗീയതയാണ്. അവിടെ കഴിഞ്ഞില്ല. വേറൊരു ശുചായിണ്ട്. ആ വായ തുറന്നാ തന്നെ വർഗീയതയല്ലാതെ മറ്റൊന്ന് പറയാൻ അറിയാത്ത വിജയരാഘവൻ. അവനെ വിളിക്കേണ്ടത് വിജയരാഘവൻ എന്നല്ല, വർഗീയരാഘവൻ എന്നാണ്. ആ വിജയരാഘവന്റെ പുതിയ പ്രസംഗം അറിയോങ്ങള്? എന്താ പറയുന്നത് അറിയോങ്ങള്? രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചത്, പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് ഈ രാജ്യത്തിലെ വർഗീയവാദികളാണ്. ന്യൂനപക്ഷത്തിന്റെ പേര് പറയുന്ന വർഗീയവാദികളാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്തുമാത്രം വലിയ തെമ്മാടിത്തരമാണ്. അങ്ങനെയാണ് ഇത് പറയേണ്ടത്. എടോ വർഗീയ രാഘവ, നീ ചെയ്യാൻ ശ്രമിക്കുന്നത് RSS പോലും പറയാത്ത വാക്കാണ്. RSS പറയാത്ത വാക്ക്. നിങ്ങൾക്ക് മുസ്ലിം ലീഗാ പ്രശ്നം. ലീഗിനെ എങ്ങനെ നന്നാക്കിയെടുക്കാമെന്നുള്ള അഗാധമായ ചിന്തയിലാണ് ഈ പിണറായി വിജയനും കൂട്ടരും CPM-ഉം. ലീഗ് മാത്രം നന്നായാൽ മതിയോ? മുസ്ലിങ്ങൾ മാത്രം നന്നായാൽ മതിയോ? അത് മാത്രം മതിയോ?
ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട് ഈ നാട്ടിന്, ഈ മണ്ണിന്. ഇവിടുത്തെ ഹിന്ദു, ഇവിടുത്തെ മുസ്ലിം, ഇവിടുത്തെ മറ്റു മതസ്ഥർ എത്രമാത്രം സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒരുമിച്ച് കഴിയുന്ന ഒരു നാടായി കേരളം. വേറെന്ത് പ്രത്യേകത ഇവിടെ ഉള്ളത്? നിങ്ങൾ ഇങ്ങനെ വർഗീയത ഉണ്ടാക്കിയിട്ട് ഇവിടെ നിങ്ങൾക്കൊരു പക്ഷേ നാളെ 10 വോട്ട് കിട്ടാം. അതിനപ്പുറം ഈ രാജ്യം നിൽക്കണ്ടേ? നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഈ പേരാമ്പ്രയിലെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകൾ പോയി നോക്ക്. അവിടെ പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. അവർ തമ്മിലുള്ള സ്നേഹമൊന്ന് പരിശോധിക്ക്. നിന്റെ വീട്ടിലേക്ക് വരുന്ന നിന്റെ മക്കളോട് ചോദിക്ക് അവിടുത്തെ മറ്റു മതസ്ഥരെ കുറിച്ച്. എല്ലാവരും ഒരുമിച്ചാണ്, സ്നേഹിച്ചാണ് കളിക്കുന്നത്, ചിരിക്കുന്നത്, ഈ അങ്ങാടികളിൽ സഹവസിക്കുന്നത്. 4 വോട്ടുകൾക്ക് വേണ്ടി എടോ CPM-കാരാ, എടോ വർഗീയ രാഘവ, നീയൊക്കെ കളിക്കുന്ന ഈ വൃത്തികെട്ട കളിയുണ്ടല്ലോ, ഒരു കാര്യം ഉറപ്പാണ്, നാളെ ജയിക്കോ ഇല്ല എന്നുള്ളതല്ല. നിങ്ങൾ ഉറപ്പിച്ചു വച്ചോ, ഞങ്ങളുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്റെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ തിരിച്ചടി അത് തരാനാണ് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് തന്ന പോലെ, വയനാട്ടിൽ തന്ന പോലെ, മുസ്ലിങ്ങൾ പാലക്കാട് തങ്ങളോട് പറയണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ? ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ശബ്ദം മയപ്പെടുത്തല്ല ഇവൻ പറയാണ്, ഈ പിണറായി വിജയൻ പറയാണ്. നിങ്ങൾ ജമാഅത്തിനെതിരെ എന്താ പറയാത്തത്? അപ്പൊ തന്നെ മൈക്ക് കെട്ടുക, 15,000 വാട്ട്സ് അറിയാം. എന്നിട്ടോ ലീഗ് ജമാഅത്തിനെതിരെ ഒരു ഗംഭീര പ്രസംഗം നടത്തിയിട്ട് പിണറായിക്ക് സമർപ്പിക്കുക. അടുത്ത ദിവസം ചോദിക്കാണ്, നിങ്ങൾ SDP എന്താ പറയാത്തത്? ഉടനെ അടുത്ത മൈക്ക് SDP-ക്കെതിരെ ഒരു വമ്പിച്ച പ്രസംഗം നടത്തിയിട്ട് പിണറായിക്ക് സമർപ്പിക്കുക. താൻ പോയി പണി നോക്കണോ? അതിന് വേറെ സംഘടന നോക്ക്. ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് വർത്താനം പറയുന്ന പണിയല്ല ഇവിടെ. ഞങ്ങൾക്കറിയാം ആരെ എപ്പോ എതിർക്കണം, എങ്ങനെ എതിർക്കണം, ഏത് തരത്തിൽ എതിർക്കണം. എതിർത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒരുമിച്ചിരുന്നവരെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങളെ തറപറ്റിക്കാൻ നോക്കുമ്പോ നിന്റെയൊക്കെ ഊപ്പാട് ഇളക്കിയിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. SDP-യെ കൂട്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾ. അബ്ദുൽ നാസർ മദനിയെ കുറ്റിപ്പുറത്ത് സ്വന്തം സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇതുപോലെ ഇരുത്തിയിട്ട് ചന്ദ്രനോടൊക്കും ഭവാൻ, ഇന്ദ്രനോടൊക്കും ഭവാൻ എന്ന് പറഞ്ഞ വർഗീയ മൂരാച്ചിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അന്നാ വേദിയിൽ ഈ വർഗീയ രാഘവൻ, ഈ വിജയരാഘവനും ഇപ്പുറത്തുണ്ട്. അറിയോ വിജയരാഘവന്? അന്നും മുട്ടുപറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്, അന്നും വോട്ട് കുറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു MP-യുടെ. നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന വർഗീയത അവിടെ കളിച്ചാൽ മതി. അതിന് ലീഗിന്റെ അടുത്ത് വന്ന് വില പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അങ്ങനെ പ്രതീക്ഷിക്കരുത്. ഞങ്ങൾക്കറിയാം ഈ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ഏത് തരത്തിലാണ്. നിങ്ങൾ കളിക്കുന്ന വർഗീയത ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണ് CPM മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഈ പ്രിയങ്ക ഗാന്ധി ജയിച്ച വയനാട്ടില്, എന്റെ സഖാവേ, നിങ്ങൾ ഇവിടെ വന്ന് ഈ വൃത്തികെട്ട വർഗീയത കളിക്കുന്നതിന് പകരം ഒരു കാര്യം ആലോചിച്ച് നോക്ക്. വയനാട്ടിലെ 175 ബൂത്തില് 2ാം കക്ഷി RSS ആണ്. നീ എവിടെടാ? നിങ്ങൾ ലീഗിനെ മര്യാദ പഠിപ്പിക്കാൻ വരുമ്പോ നിന്റെ അനുയായികൾ മുഴുവൻ CPM-ൽ നിന്ന് RSS-ലേക്ക് പോവുകയാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ 175-ലധികം ബൂത്തുകളില് ഞങ്ങൾ ജയിച്ചു വന്നപ്പോ 2ാം സ്ഥാനത്ത് RSS ആണ്. ഞാൻ വെറുതെ പറയാ, തെളിവ് പറയണോ? ഓരോ മണ്ഡലത്തിന്റെ കണക്കും ബൂത്തിന്റെ കണക്കും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ പറഞ്ഞുതരാം. എന്താ നിങ്ങൾ അവിടെ സംഭവിക്കരുത്? കേരളത്തിലെ കോളനികൾ മുഴുവൻ RSS വൽക്കരണം നടക്കാൻ ഇല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ഇവിടുത്തെ ആരോട്, ഈ കേരളീയ സമൂഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾക്കൊക്കെ അറിയാമത്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടുത്തെ സമുദായങ്ങൾ ശക്തി പ്രാപിച്ചത് എങ്ങനെയാണ്, അവർക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഇവിടുത്തെ നായന്മാർ, ഇവിടുത്തെ ഈഴവന്മാർ, ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എല്ലാവരും എങ്ങനെ ഉഷാറായത്? ഈ CPM-കാരന്റെ പാട്ട് കേട്ട് വളർന്നിട്ടാണോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ? സ്നേഹമുള്ളവരെ, ഇവിടുത്തെ സമുദായങ്ങളെ സമുദായിക്കാൻ ഒരു വലിയ പരിശ്രമം നടന്നിട്ടുണ്ട്. ആരാണ്? ഒന്ന് മന്നത്ത് പത്മനാഭൻ. നായർ സമൂഹത്തെ സമുദ്ധരിക്കാൻ അവർ നടത്തിയ പോരാട്ടമാണ് നായന്മാർ ഈ കാണുന്ന മികവിലേക്ക്, നായർ സമൂഹത്തിന്റെ ഇതിന് തത്തുല്യമായ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലേക്ക് നിങ്ങൾ പോയി പരിശോധിച്ചാൽ അവരുടെ അവസ്ഥ അപകടകരമാണ്. എന്നാൽ ഇവിടെ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന പരുവത്തിലേക്ക് അവരെ വളർത്തിയെടുത്തത് മന്നത്ത് പത്മനാഭന്റെ പരിശ്രമത്തിന്റെ ഫലമാണ്. ഈഴവന്മാർ എങ്ങനെ ഉഷാറായത്?
ശ്രീനാരായണ ഗുരുദേവന്റെ പോരാട്ടാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി, KM സീതി സാഹിബ്, ബാഫക്കിത്തങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ജാഗ്രവത്തായ സാമുദായിക മുന്നേറ്റമുണ്ട്. ഡോക്ടർ പൽപ്പുണ്ട്. അങ്ങനെ ഒരുപാട് പേർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പുറത്തേക്ക് വിട്ട ഹിന്ദു പത്രം, ആ പത്രം പറഞ്ഞ ഒരു കണക്കെന്താണെന്നറിയോ നിങ്ങള്? ഇവിടുത്തെ ഓരോ ജാതി മതങ്ങളെയും അവർ വേറെ വേറെ എടുക്കാൻ, എന്നിട്ട് എടുത്തിട്ട് ഓരോരുത്തരെ കുറിച്ചും പറയുന്നുണ്ട്, ബ്രാഹ്മണർ, നായർ, വേലൻ, തണ്ടാൻ, പുലയ, പറയ, കുറവ എന്നൊക്കെ ഹിന്ദു സമൂഹത്തിനകത്തുള്ള ജാതികളെ തിരിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് പറയാൻ തെങ്ങുകയറ്റക്കാർ. തെങ്ങുകയറ്റക്കാർ ഒരു സമുദായത്തിന്റെ പേരാണ്. ഇത് തമാശയല്ല. ആരാണ് ഈ തെങ്ങുകയറ്റക്കാർ എന്ന് ഈ പത്രം ഉദ്ദേശിച്ചത്? RSSന്റെ വിളിപാടായി ഇവർ പറഞ്ഞതെന്നറിയുമോ? ഇവിടുത്തെ ഈഴവന്മാരാണ്. ഇവിടുത്തെ ഈഴവന്മാരാണ്. എന്നിട്ട് അതേ ഹിന്ദു പത്രം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇസ്ലാമോഫോബിയ എന്ന ഒന്നുണ്ട്, ഇസ്ലാം പേടി എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇവിടുത്തെ ഈഴവന്മാർ മാത്രമാണ്. ഇതിനർത്ഥം എന്താ അറിയോ നിങ്ങള്? ഈഴവ സമുദായവും മുസ്ലിം സമുദായവും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ ഒരു വലിയ മികവ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അടിപ്പുടവ തയ്യാറാക്കുന്നതിൽ ശ്രീനാരായണ ഗുരുദേവൻ വഹിച്ച പങ്ക് ചെറുതല്ല. അത് ഈ കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശിഷ്യ മലബാറിൽ ആ ഈഴവ സമുദായത്തിന്റെ ഐഡന്റിറ്റിയെ തെങ്ങുകയറ്റക്കാർ എന്ന് പറഞ്ഞ് അപമാനിക്കുക. തെങ്ങുകയറ്റക്കാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ സംഘികളുടെ അജണ്ട ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങൾക്കെതിരാണ്. അവർക്ക് ശരിയല്ല. എന്നാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോട് ചോദിക്കട്ടെ, ഈഴവന്മാരെ ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടുപോയപ്പോ, നായന്മാരെ ഇവിടുത്തെ മന്നത്ത് പത്മനാഭൻ ഉയർത്തിക്കൊണ്ടുവന്നപ്പോ, മുസ്ലിങ്ങളെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയും സീതി സാഹിബും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോ ഇവിടുത്തെ ആദിവാസികൾക്ക് സംഭവിച്ച സ്ഥിതി എന്താണ്? ഞാൻ CPMനോട് പറയുന്നത്, ഇവിടുത്തെ ആദിവാസി സമൂഹം ഇത്രമേൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അപകടം പിടിച്ച വർഗീയതയാണ്. അപകടം പിടിച്ച വർഗീയത. ഏത് വർഗീയത? സവർണാധിപത്യ ബോധത്തിൽ അധിഷ്ഠിതമായ വർഗീയത. EMS മുതൽ. ഞാൻ വയനാട്ടുകാരനാണ്. എനിക്കറിയാം 170 ബൂത്തുകളിലടക്കം നിങ്ങളുടെ വോട്ടുകൾ, CPMന്റെ വോട്ടുകൾ കുറഞ്ഞ് RSSന് വോട്ട് കൂടിയതിന്റെ അടിസ്ഥാന ഘടകം അവിടങ്ങളിലെ കോളനികളിൽ പോലും RSS ചെലുത്തുന്ന സ്വാധീനമാണ്. നിങ്ങൾ ഈ കോളനികൾ കേവലം വോട്ടുകൾക്ക് വേണ്ടി പരിഷ്കരിച്ചു. ആ വോട്ടുകൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യും. എന്നിട്ട് നിങ്ങൾ അറിയുമോ, നിങ്ങൾ വയനാട്ടിൽ വന്നാൽ, നിങ്ങളൊക്കെ ഇടക്കിടക്ക് വയനാട്ടിൽ വരുന്നില്ലേ? ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ കാര്യം വയനാട് വരും. ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം ഏതാണ്? എന്നൂര്. എവിടെ? നിങ്ങൾ വൈത്തിരി എത്തുമ്പോ ഒരു ടൂറിസം പ്രോജക്റ്റ് ഉണ്ട്, എന്നൂര്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് വയനാട്ടിലെ ആദിവാസികൾ പാർക്കുന്ന വീട്, അവരുടെ വസ്ത്രം, അവരുടെ രീതികൾ, അങ്ങനെ പലതും അവിടുന്ന് കാണാം. ഈ ആദിവാസി സമൂഹം ജീവിക്കുന്ന ചുറ്റുപാടുകളെ നിങ്ങൾ അങ്ങനെ പകർത്തുന്നു. ഒരു ടൂറിസത്തിന് കൊള്ളാം. ഇപ്പൊ പറയുന്നെന്താ നിങ്ങള്? ഇപ്പോ തൊട്ടടുത്ത് മുമ്പുണ്ടായിരുന്ന രാജിവെച്ച് പാർലമെന്റിലേക്ക് പോയ ഇവിടുത്തെ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞെന്താണെന്നറിയോ? SC അടക്കം കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞത്, നിങ്ങൾ കോളനി എന്ന് വിളിക്കരുത്. ഭയങ്കര വിപ്ലവമാണ്. ഏത്? ഈ ആദിവാസികൾ പാർക്കുന്ന സ്ഥലത്തെ കുറെ ആൾക്കാർ, ഈ ശാസ്ത്ര പരിഷത്ത് കുറെ ആളുകളുണ്ടല്ലോ എഴുതി പൊലിപ്പിക്കുന്നവർ, കണ്ടില്ലേ ആദിവാസികളെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാടുകൾ? ഞാൻ ചോദിക്കുന്നത്, ആദിവാസികൾ അവർ പാർക്കുന്ന ഇടങ്ങളിൽ നിന്ന്, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാത്തതിന്റെ കാരണം എന്താണ്? ഇവിടുത്തെ പണിയർ വിഭാഗം, മറ്റ് ആദിവാസി വിഭാഗം ഒരൊറ്റ കാരണമാണ്. അവരെ അതിന്റെ പുറത്തേക്ക് കൊണ്ടുവരരുത് എന്ന് ഷടിക്കുന്നത് ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരുമാണ്, പ്രത്യേകിച്ച് പരിഷത്തടക്കം. എന്താ കാര്യം പറയുന്നത് നിങ്ങള്? ആദിവാസികൾ അവരുടെ തനിമ നഷ്ടപ്പെടുത്തിക്കൂടാ. ഇതാ ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളിതാ ഇപ്പുറത്ത് കുറെ പുരുഷന്മാർ. ഈ സ്ത്രീകളുടെ പഴയ വേഷം എങ്ങനെയായിരുന്നു?
മലബാറിലെ മാപ്പിള പെണ്ണുങ്ങളെ കാണിക്കണേന്ന് എങ്ങനെയാ നിങ്ങൾ? എന്താണ് ഒരു വലിയ അരപ്പട്ട പോലത്തെ ഒരു അരഞ്ഞാണുണ്ട്. എന്താണ് പഴയ സിൽവറിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അരഞ്ഞാണ്, ഒരു കാച്ചി തുണി. അതാണ് കറുത്ത കാച്ചി മുണ്ടാണ് നമ്മളെ വല്യന്മാരൊക്കെ എടുത്തിരുന്നത്. മലപ്പുറത്തെ കാക്കാമാരോ നല്ല കള്ളിമുണ്ട്, അരയിലൊരു പച്ച ബെൽറ്റ്. അതൊക്കെ ഇപ്പൊ നമ്മളൊക്കെ കേട്ടല്ലേ. അരയിലൊരു പച്ച ബെൽറ്റ്, ബെൽറ്റിന്റെ മുകളിൽ ഒരു കത്തി, ഒരു ബനിയൻ. മാപ്പിള എന്ന് പറഞ്ഞാല് ആ മാപ്പിളയുടെ ചിഹ്നം അങ്ങനെയാണ്. സംസാരമൊക്കെ കേട്ട മാപ്പിളക്ക് വേറൊരു ലുക്കാണ്. എടോ, ആ ജാതി ഒരു മാപ്പിളനെ നീ എവിടെയെങ്കിലും കാണിച്ചു തരുമോ? കാച്ചു കൊണ്ടെടുത്ത ഒരു പെണ്ണ് ഇല്ലേ? ആ പഴയ അരഞ്ഞാണം ചുറ്റിയ, ഇപ്പത്തെ അരഞ്ഞാണൊക്കെ വേറെ പല മോഡലിലേക്ക് മാറാൻ. ആ പഴയ അരഞ്ഞാണം ഉടുത്ത പഴയ പെണ്ണുങ്ങള്, കാതിൽ ചിറ്റിട്ടിരുന്ന ആ പഴയ നമ്മളെ വല്യമ്മ അല്ലേ, പുതിയ പെണ്ണുങ്ങള്, കള്ളി മുണ്ടുടുക്കുന്ന, പച്ച ബെൽറ്റ് കെട്ടുന്ന, അരയിലൊരു കത്തി വെക്കുന്ന മാപ്പിള. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ കണ്ട എന്ത് ഫ്രീക്കന്മാരാണ് അല്ലേ? ഹിന്ദി സിനിമ എന്നൊക്കെ ഇറങ്ങി വന്ന മാതിരിയാണ്. മുടി ഉണ്ടാവും ഇങ്ങനെ അല്ലേ, വേറൊരു കോലം. നല്ല രസമാണ്, ഒക്കെ രസമാണ്. അവരൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ നടക്കണത്. നല്ല ഫ്രീക്കായിട്ട് നടക്കണം, നല്ല ഉഷാറായിട്ട് നടക്കണം. ഞാൻ അതിന് അഭിപ്രായക്കാരല്ല. അവരെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ല അടിപൊളി കുട്ടികളാണ് ഇപ്പോൾ. എന്തൊരു സുന്ദരന്മാരാണ്, എന്തൊരു സ്റ്റൈലാണ്, എന്തൊരു രസമാണ് അല്ലേ? അപ്പൊ മാപ്പിളാർക്ക് നല്ല വേഷം, നല്ല പെണ്ണുങ്ങളൊക്കെ നല്ല ചുരിദാർ, നല്ല ഡ്രസ്സ് അല്ലേ? ആണുങ്ങളൊക്കെ നല്ല അടിപൊളി ഷർട്ട്, അതുപോലെ മുണ്ട്, എല്ലാ പാൻറ്റും ഒക്കെ. നമുക്ക് ഈ പഴയ പാരമ്പര്യമൊന്നും ഇല്ല. എൻ്റെ സഹോദരന്മാർ, ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കണ്ടിരുന്നു നിങ്ങൾ? ഇനി കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികളോട് മാർഗം കളി ഒന്ന് കാണാൻ പറയും. ആ മാർഗം കളിയിൽ ക്രിസ്ത്യാനികൾ ഇടുന്ന ആ ചട്ടയും മുണ്ടോ എങ്ങനെയാണ്? ഇവിടെ അങ്ങനെ തെരുകി വെച്ച ഒരു കോലം. അതൊക്കെ അങ്ങനെ കുട്ടികൾ മാർഗം കളിക്ക് ട്രെയിൻ ചെയ്യും. അതൊന്ന് കുത്തണമെങ്കിലുള്ള പാടെന്താണ്? ഈ ജാതി പാടുള്ള ഡ്രസ്സും ധരിച്ചിട്ടാ ഈ ക്രിസ്ത്യാനി സഹോദരന്മാർ ഇവിടെ നാട്ടിലുണ്ടായിരുന്നത്. ചട്ടയും മുണ്ടും ഒക്കെ. ചട്ടയും മുണ്ടിടുന്ന ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ യുവജനോത്സവത്തിന്റെ മാർഗം കളിയിലല്ലാതെ കേരളത്തിൽ എവിടെ നിങ്ങൾ കാണുമോ? ഇല്ല. അവരൊക്കെ ഇപ്പൊ ഫുൾ സ്റ്റൈലാണ്. സാരി, ചുരിദാർ അല്ലേ, പുതിയ പുതിയ വേഷങ്ങള്, എന്തെല്ലാം സ്റ്റൈലിലാണ് ആ പെണ്ണുങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ക്രിസ്ത്യാനികളോ ഓല പാരമ്പര്യം ഒന്നും സംരക്ഷിക്കേണ്ട കാര്യമില്ല. പാവം ആദിവാസികൾ അവരിപ്പോഴും ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ നാട്ടിലെ ഒരു പണിയ വിഭാഗത്തിൽപ്പെട്ട, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് സ്കൂളിലോ ഒരു PTA മീറ്റിങ്ങിലോ ഒരു തെരുവിലോ നല്ല വേഷം ധരിച്ച് വന്നാൽ എല്ലാവരും അവരങ്ങനെ നോക്കും. എന്തൊരു അതിശയം മാതിരി. അങ്ങനെ നോക്കുന്ന കാഴ്ച പോലും സ്നേഹമുള്ളവരെ തെറ്റാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ സകരിൻ വഉൻസ വജഅൽനാകും ശൂബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മനസ്സിനകത്ത് പോലും ഞാൻ എല്ലാവരോടും പറയുന്നു, ഇവരെന്തേ ഇങ്ങനെ എന്ന് ചിന്തിച്ചാൽ അത് പാപമാണ്. അവരും മനുഷ്യരാണ്. അവർക്ക് ദഅവത്തെത്തിയിട്ടില്ലെങ്കിൽ അതിൽ ബാധ്യതപ്പെട്ട നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. അവരെ മാറ്റി നിർത്താൻ ആർക്കാണ് അവകാശമുള്ളത്? പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ ദളിതന്മാരെ, ഈ ആദിവാസികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നവരിൽ ഏറ്റവും വലിയ പങ്കാളികൾ കേരളക്കരയിൽ ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകളാണ്. പറയാതിരിക്കാൻ വയ്യ. കുറെ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് കുറഞ്ഞ കുറെ ആളുകൾ, ശാസ്ത്ര സാഹിത്യ പരീക്ഷ എന്ന് പറയുന്ന വേറെ കുറെ എണ്ണം. എന്നിട്ട് ഇവരുടെ വോട്ട് വേണം നിങ്ങൾക്കല്ലേ? എനിക്കൊക്കെ അറിയാം. ഞാൻ വയനാട്ടില തെരഞ്ഞെടുപ്പിന് ഒരു 2-3 ദിവസം മുമ്പ് കയറും കോളനിയിലേക്ക്. അത് കഴിഞ്ഞാൽ വഴിയിലിട്ട് പോരും. ആ കോളനികൾ CPM-കാരാ RSSന്റെ താവളമാക്കി മാറ്റിയെടുക്കുന്നു അവര്. നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളിങ്ങനെ ലീഗിനെ ചൊറിയാൻ നടന്നോ? ഞങ്ങളെ വേക്കല് ഞങ്ങളെ ശരിയാക്കാൻ നടന്നോ? പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നാടിന്റെ, ഒരു രാജ്യത്തിന്റെ ഗൗരവപ്പെട്ട ഒരു രാഷ്ട്രീയമുണ്ട്. അതറിയാതിരുന്നും കൂടാ. നിങ്ങൾ അപകടത്തിലേക്ക് പോവാണ്. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എന്തിനാണോ നിന്റെ പിണറായി വിജയൻ DGP സ്ഥാനത്തേക്ക് ഈ അജിത്തിനെ കൊണ്ടുവന്നത്? അതിന്റെ രാഷ്ട്രീയം എന്താണ്? വെറുതെ ആലോചിച്ച് നോക്ക് സഖാവേ. നിങ്ങളും വിചാരിച്ചില്ലേ അതൊന്നും ചെയ്യൂല? ഉടനെ തന്നെ ക്യാപ്സ്യൂൾ വന്നു. എന്താ വന്നെന്നറിയോ? DGP ആയിട്ട് ശുപാർശ ചെയ്തു. ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ സാമാന്യ യുക്തിയോടുകൂടി ചിന്തിക്ക്. CPM-കാരാ അങ്ങനെ ഒരു ശുപാർശ കൊടുത്താൽ ക്യാബിനറ്റ് അതെന്തിന് അംഗീകരിക്കണം? ക്യാബിനറ്റിന് സേ ഇല്ലാത്ത
ഒരു തീരുമാനം എന്തിനാണ് ക്യാബിനറ്റിന്റെ തീരുമാനമാകുന്നത്? നിങ്ങൾ ആരെ പറ്റിക്കാൻ ശ്രമിക്കണത്? ക്യാബിനറ്റിന് സേ ഇല്ലാത്ത കാര്യം ക്യാബിനറ്റ് തീരുമാനമായി എന്തിനാ വരുന്നത്? ബിനോയ് വിശ്വം അവിടല്ലേ? ഈ അജിത്തിനെതിരെ സംസാരിച്ച ബിനോയ് വിശ്വം അവിടല്ലേ? നിങ്ങളുടെ ഇടതുപക്ഷത്ത് നിങ്ങളെ മന്ത്രിമാരില്ലേ ആ ക്യാബിനറ്റില്? CPI-ക്കാരാ? എങ്ങനെയാണ് ഇതുപോലെ ഒരു അപകടകാരിയെ പിടിച്ചിട്ട് നിങ്ങൾ DGP ആക്കിയത്? അപ്പൊ നിങ്ങൾ പറയാൻ അവര് കേസ് കൊടുത്താലോ? ഓ ഭയങ്കര കൊടുക്കണോ കേസ്? നിങ്ങൾ ജനങ്ങളോട് പറയണം, ആ കേസ് കൊടുത്ത് അജിത്ത് എങ്ങാനും ജയിച്ചാൽ നിങ്ങൾ പറയണം ഞങ്ങൾ ശ്രമിച്ചു, അവൻ ജയിച്ചു, തീർന്നല്ലോ. ഇനി കേസ് കൊടുത്താൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഒരുപാട് ഒഫൻസ് ഉണ്ട്, അഴിമതിയുണ്ട്, ഈ കരിപ്പൂരിലെ സ്വർണ്ണവേട്ടയ്ക്ക് പിറകിലുണ്ട്, കൊലപാതകം വരെ ആരോപണമുണ്ട്. ഇത്ര ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ ഞങ്ങൾ DGP ആക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ കോടതി പറഞ്ഞു അങ്ങനെ പറഞ്ഞൂടെ? ഒരു വാക്ക് പോലും പറയാതെ അജിത്തിനെ DGP ആക്കി. എന്താ കാര്യം എന്നറിയോ? നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളുടെ പിണറായി വിജയന്റെ വാല് RSSന്റെ അമ്മിയുടെ അടിയിലാണ് എന്നതിന് വേറെ വാക്കില്ല, വർത്താനില്ല. അയാളുടെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ, മോളെ രക്ഷിക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല, അതല്ലാത്ത വേറെ ഓപ്ഷൻ ഇല്ല. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ പേര് കേസ് കൊടുക്കുക അനങ്ങിയാൽ. ഞാൻ എന്താ എന്ത് മോശത്തിനാണോ ഞാൻ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? ഇപ്പോ നിങ്ങൾ കണ്ടില്ലേ കണ്ണൂരില് നവീൻ ബാബു മരിച്ചു. നമ്മുടെ സ്ത്രീകളൊക്കെ ആ വാർത്ത വായിച്ചപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ആ പെണ്ണ് വന്നിട്ട് അങ്ങനൊന്നും പറയണ്ടില്ലായിരുന്നു അല്ലേ, മോശമായിപ്പോയി, അതുകൊണ്ട് അയാൾ മനസ്സ് നൊന്നിട്ട് മരിച്ചുപോയി എന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? ആ പെണ്ണെന്താ പറഞ്ഞത്? എന്തിനാണ് വിളിക്കാത്ത യോഗത്തിൽ വന്നിട്ട് ദിവ്യ എന്ന് പറയുന്ന ഒരു CPM-കാരി ഇത്ര മോശമായി അയാൾക്കെതിരെ പറഞ്ഞത്? മനസ്സിലെ വെറുപ്പിന്റെ ഊക്കും നേരത്തെ പ്ലാൻ ചെയ്ത അജണ്ട നടപ്പിലാക്കാനും വേണ്ടിയാണ്. അജിത്തിന് ഈ പറയുന്ന നവീൻ ബാബുവിനെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. എന്താവശ്യം? പ്രതികാരം ചെയ്യാൻ. അതിന്റെ ഒരു നാടകമാണ് ആ യോഗത്തിൽ ഉണ്ടായത്. നവീൻ ബാബു വെറുതെ ആത്മഹത്യ ചെയ്ത് പോവാ. നിങ്ങൾ മെനഞ്ഞാന്ന് പത്രത്തിൽ വായിച്ചില്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരു കാർ ആക്സിഡന്റിൽ ദയനീയമായി കൊല്ലപ്പെട്ടപ്പോ എല്ലാവരുടെയും മൃതദേഹം ഒരേ സമയമെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയോ? ഇല്ല, മോർച്ചറിയിൽ സൂക്ഷിച്ചു. മലബാറിൽ നിന്ന് അവരുടെ രക്ഷിതാക്കൾ വന്ന് മോർച്ചറിയിൽ നിന്ന് ആ മൃതദേഹം ഐഡന്റിഫൈ ചെയ്ത് മഹസർ തയ്യാറാക്കി, എന്നിട്ടാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. നവീൻ ബാബുവിന്റെ ബന്ധുക്കളിൽ ഒരാൾ അവിടെ മഹസർ തയ്യാറാക്കുമ്പോൾ വന്നില്ല. നവീൻ ബാബുവിനെ കാത്ത് ആ പെൺകുട്ടികളെ നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെ ഹിന്ദു മതത്തിലെ ആചാരം അനുസരിച്ചിട്ട് ആൺകുട്ടികളാണ് ശേഷക്രിയകൾ നടത്തുക. ഒരാൾക്ക് പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികൾ അത് നടത്താറില്ല, ബന്ധുക്കളായ ആണുങ്ങൾ നടത്തും. പക്ഷേ നവീൻ ബാബുവിൻ്റെ ശേഷക്രിയയിൽ ആ 2 പെൺകുട്ടികൾ ആചാരം പോലും പരിഗണിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അവര് ആ ശേഷക്രിയകൾ നടത്തി. എന്തുമാത്രം പ്രയാസമുള്ള സങ്കടമുള്ള കാഴ്ചയാണത്. ആ 2 മക്കൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിപ്പുണ്ട്. രാത്രിയിൽ ആത്മഹത്യക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നവീൻ ബാബു ഒരു SMS, ഒരു വാട്സാപ്പ്. അയാള് ഒരു വെറും ക്ലർക്കല്ല, ആ ജില്ലയിലെ 2ാമനാണ്. കലക്ടറുടെ തൊട്ടു താഴെയുള്ള നല്ല ബോധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ. മക്കളെ ഞാൻ പോവാണ്, ഞാൻ അപമാനിക്കപ്പെട്ടു, നിങ്ങളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് പോലും നവീൻ ബാബു എഴുതില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നവീൻ ബാബുവിനെ കാത്ത് ഭാര്യ അവിടെയുണ്ട്. 2 പെൺകുട്ടികളാണ് നമുക്ക്. നീ അവരെ നോക്കണം, ഞാൻ പോവാണ്, നിങ്ങൾ എന്നെ കാത്തിരിക്കണ്ട ഈ റെയിൽവേ സ്റ്റേഷനിൽ, ഞാൻ ഇനി വരൂല. അങ്ങനെ എഴുതില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നവീൻ ബാബുവിന്റെ ഒരു മരണക്കുറിപ്പും അവിടെ ഉണ്ടായില്ല. നവീൻ ബാബു മരിച്ചു കിടക്കുന്ന വീട്ടിൽ നിന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കുള്ള ദൂരം ജില്ലാ ആശുപത്രിയിലേക്ക് 2 കിലോമീറ്റർ തികയില്ല. കൊണ്ടുപോയത് 25 കിലോമീറ്റർ അപ്പുറത്തുള്ള പരിയാരം മെഡിക്കൽ കോളേജ് എന്ന ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന CPM-ന്റെ കേന്ദ്രത്തിലേക്ക്. എന്തിനു വേണ്ടി?
നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ 10 കൊല്ലം കണ്ണൂരിലെ MLA ആയ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു, ഇതൊരു സ്വാഭാവിക മരണമല്ല. നവീൻ ബാബുവിന്റെ കുടുംബം ഇന്ന് CBI വേണമെന്ന് വാദിക്കുകയാണ്. എനിക്ക് അഭിമാനമുണ്ട്. പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഉത്തരവാദിത്തവും ബോധ്യവും പറഞ്ഞതാണ്. ഇങ്ങനെ പറയുന്നതാണ് നിങ്ങളെ പ്രശ്നം. അതിനിപ്പോ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ നാട്ടിലെ ഒരു പൗരനല്ലേ. എനിക്കിങ്ങനെ എന്നിട്ട് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ DYFI നേതാക്കന്മാരെ പോലെ ഞാനിങ്ങനെ നേതാക്കന്മാരെ പേടിച്ചിട്ട് പാമ്പേഴ്സ് ഇട്ട് നടക്കണമെന്നല്ലോ, കണ്ടാ മൂത്രമൊഴിക്കുമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞനന്തന്റെ മരണം സ്വാഭാവികമല്ല. ഞാൻ കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞപ്പോ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഒരു ചാട്ടൻ, ഷാജി കേസ് കൊടുക്കും. ഞാൻ പേടിച്ചുപോയി. കേസ് കൊടുത്താൽ പിന്നെ രക്ഷയില്ലല്ലോ. ഞാനാണെങ്കിൽ കേസോ ഇല്ലാത്ത ആളാണ്, ഇതുവരെ കേസ് കണ്ടിട്ടില്ലല്ലോ. എൻ്റെ CPM-കാരാ, ഇത്തിരി കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആ ഗോവിന്ദനോട് പോയി ചോദിക്ക്, ഈ ഷാജിക്കെതിരെ എന്താ കേസ് കൊടുക്കാത്തത്? കേസില്ലാണ്ട് പൂതിയായിട്ടൊന്നല്ല, കൊടുക്കടോ ഒരു FIR. ഒരു FIR ഇട് ഷാജിയുടെ പേരിൽ. നിങ്ങൾക്കറിയാം, ആ FIR കിട്ടിയാൽ കളി വേറെയാവുമെന്ന് അറിയണതുകൊണ്ട് നിങ്ങൾ മിണ്ടണില്ല. കാരണം ആ കൊലപാതകത്തിന്റെ അർത്ഥം വേറെയാണ്, ആ മരണത്തിന്റെ അർത്ഥം വേറെയാണ്. എന്നിട്ട് ഇത് പറഞ്ഞ കുഴപ്പം. ഇതല്ല പ്രശ്നം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കണ്ണൂരിൽ പോയി മത്സരിക്കുമ്പോൾ അവിടെ ചെന്ന് മത്സരിച്ചു, പാർട്ടി പറഞ്ഞു, പോയി മത്സരിച്ചു. മുസ്ലിങ്ങളൊക്കെ ഒരു 20% മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലം, നിങ്ങൾ CPM-ന് സ്വാധീനമുള്ളതുകൊണ്ട് ഞാൻ ചെന്ന് മത്സരിച്ചു. ജനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വോട്ട് ചെയ്തിട്ട് എന്നെ ജയിപ്പിച്ചു. അതൊരു വലിയ ഉത്തരവാദിത്തമല്ലേ? തോറ്റാൽ ഉത്തരവാദിത്തം ഉണ്ടാവില്ലല്ലോ, ജയിച്ചാൽ ഉത്തരവാദിത്തം കൂടുതലേ. അവരെന്തിനാണ് ഇത്ര വലിയ വോട്ടിന് CPM ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഷാജിയെ ജയിപ്പിച്ചത്, UDF-നെ ജയിപ്പിച്ചത്? അതൊരു ഉത്തരവാദിത്തമാണ്. എന്നെ ആ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അവരാണെങ്കിലോ നികുതി കൊടുക്കുന്നവരാണ്, നിങ്ങൾ നികുതി കൊടുക്കുന്നവരാണ് അല്ലേ? പോകുന്ന വണ്ടിക്ക്, വാങ്ങുന്ന വണ്ടിക്ക്, അടിക്കുന്ന പെട്രോളിന്, ധരിക്കുന്ന വസ്ത്രത്തിന്, കഴിക്കുന്ന ഭക്ഷണത്തിന്, ശ്വസിക്കുന്ന വായുവിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും നികുതി കൊടുക്കുന്നവരാണ് നമ്മൾ അല്ലേ? എല്ലാത്തിനും നികുതി. ഈ നികുതി എന്തിനാണ്? മുഖ്യമന്ത്രിക്ക് മോക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനാ? അവർക്ക് വീട്ടിൽ സുഖമായി താമസിക്കാനാ? അല്ലല്ലോ. ഈ നികുതി നമുക്ക് വേണ്ടി തിരിച്ചു തരാനാണ്. ആ നികുതി നേരാവണ്ണം ഭരണകൂടം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അവർ വിശ്വസിച്ചേൽപ്പിച്ച പണിയാണ് MLA പണി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്. പടച്ചോന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് ഞാനിങ്ങനെ നിയമസഭയിൽ നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി എമ്മാതിരി കക്കലാണ്, മോളും കൂടി കക്കാൻ. ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരു ദിവസം നിയമസഭയിൽ എഴുന്നേറ്റു. ആ നിയമസഭ MLA എന്ന നിലക്ക് എന്റെ പ്രിവിലേജ് വെച്ചിട്ട് ഞാൻ ചോദിച്ചു, മുഖ്യമന്ത്രി അങ്ങയുടെ മകളുടെ പേരിൽ ആരോപണമല്ലേ, എന്താന്ന് ചോദിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. കേസാണ്. പിന്നെ കേസാണ്. ഇതെന്തൊരു പാർട്ടിയാണോ? ഈ തമിഴ്നാട്ടിലൊക്കെ തിരുട്ട് ഗ്രാമം എന്ന് കേൾക്കാറുണ്ട്, കള്ളമാര ഗ്രാമം എന്നാണ്. എടോ CPM-കാരൻ, എൻ്റെ ഈ ഫാമിലി ഇത് തിരുട്ട് ഫാമിലിയാണ്. എല്ലാവരും കക്കുക, മുഖ്യമന്ത്രി കക്കുക, മോള് കക്കുക, മോന്റെ അമ്മോശം കക്കുക, കുടുംബത്തിന്റെ 7 അയലത്ത് പോയോ കക്കുക. ഒരു ടൂറിസം മന്ത്രിയുണ്ട്, മരുവൻ, കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് പോയി നോക്കുക, ബീച്ചിന്റെ സ്ഥലത്തൊക്കെ. ഇവിടെ ഞാൻ വരുമ്പോൾ എന്നോട് ആരോ പറഞ്ഞു, നിങ്ങളവിടെ ടൂറിസത്തിന്റെ പേര് പറഞ്ഞിട്ട് കുന്നിടിച്ച് അതിന്റെ പേരിൽ CPM-ന് തറക്കാൻ. അത് നടക്കുകയാണ്. എല്ലായിടത്തും അഴിമതിയാണ്. പറ്റുന്നോനൊക്കെ കക്കുകയാണ്. അവർക്ക് പറ്റുന്ന പോലെ. മോളില് പിണറായി വിജയൻ കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കക്കുന്നത്. K-ഫോണ്, K-റെയില്, K-ട്രെയിന്, K-ബസ് എന്നൊക്കെ പറഞ്ഞ് കമ്പനി, കക്കാനുള്ള കമ്പനി ഉണ്ടാക്കി മൂപ്പരടിച്ചു മാറ്റുകയാണ്. താഴോട്ട് വരുമ്പോഴോ മണ്ണ്, കിണ്ടി, കോളാമ്പി തുടങ്ങിയ സാധനങ്ങൾ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി അവരും അടിച്ചു മാറ്റുകയാണ്. ഈ ദിവ്യ എന്നൊക്കെ പറയണേ നിങ്ങളുടെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ അഴിമതിയുടെ ആഴം നിങ്ങൾക്കറിയോ? എത്ര വലുതാണെന്ന്, എത്ര ഭീകരമാണെന്ന്. എന്റെ CPM-കാരാ, ഈ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ അതിനാണോ നിങ്ങൾ വർഗീയത പറയണത്? അതിനാണോ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ നേതൃത്വം കൊടുക്കുന്നത്? അതിനാണോ നിങ്ങൾ പരിശ്രമിക്കുന്നത്? നിങ്ങളെ ഈ കളവ് ഇനിയും തുടരാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സഖാവേ, ഇത് കേരളമാണ്, സൂക്ഷിക്കണം നിങ്ങൾ. ഇത് വലിയ വിദ്യാഭ്യാസമുള്ള ബോധമുള്ള ഒരു സമൂഹം പാർക്കുന്ന ഇടാണ്. വർഗീയത വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് മായ്ച്ചു കളയാനാവൂല. അതൊരു പ്രശ്നമാണ്. തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, കർണാടകയിൽ അങ്ങനെയല്ല, ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല.
അവിടെ ഒരു തരംഗം വന്നാൽ അങ്ങ് പോകും. BJP, RSS. ഇതാ കർണാടകയിൽ RSS അല്ലേ ഭരിച്ചത്. കഴിഞ്ഞ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗം വന്നു, അടപടലം RSS പോയി. കേരളം അങ്ങനെയല്ല. കേരളത്തിൽ വർഗീയത വന്നാൽ അത് ഒഴിഞ്ഞു പോകാൻ പ്രയാസമാണ്. ദയവ് ചെയ്ത് സ്നേഹമുള്ളവരെ, ആര് ഭരിക്കണം എന്നതല്ല പ്രശ്നം, അതൊക്കെ പിന്നെയാണ്. മനുഷ്യർ സ്നേഹത്തോടെ അധിവസിക്കുന്ന നാട് ഇവിടെ ഉണ്ടാവട്ടെ. അതുണ്ടാവുകയല്ലേ വേണ്ടത്. ഈ വർഗീയ രാഘവനെ പോലെയുള്ള, നിങ്ങളെ ഈ മോഹനനെ പോലെയുള്ള ആപാത ചൂടം, അഴിമതി നിറഞ്ഞു നിൽക്കുന്ന ഇതുപോലെയുള്ള അപകടകാരികളെ വർഗീയത പറഞ്ഞ് രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. ജനങ്ങളുടെ കൂട്ടായ്മയുണ്ടാവണം, ജനങ്ങളുടെ പ്രതിരോധമുണ്ടാകണം. ജനങ്ങൾ ശക്തിയോടെ പ്രതികരിക്കുന്ന കാലം അത്ര ദൂരെയൊന്നുമല്ല എന്ന് വിളിച്ചോതുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾക്ക് ശേഷമാണ് നിങ്ങളുടെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനവും അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് നിർത്തുന്നു. ജയഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഹരിതസ്പർശത്തിന്റെ ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന